ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സംഭവം വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ലോക്ക് ആയിപ്പോയി. അതായത് കുഞ്ഞെന്തോ ലോക്ക് എന്തോ റീസെറ്റ് ചെയ്തിട്ട് അവർക്കത് പിന്നീട് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബിക്കോസ് ആ കൊച്ചു മറന്നുപോയി, ഈ പാരന്റിനെ അറിയത്തുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടെനർഷെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി, അവരുടെ 4 Key for Android എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലേക്ക് പോകും. ആ വെബ്സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇതാണ് ആ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ആ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലോക്കായി പോയ ആൻഡ്രോയിഡ് ഫോണിനെ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡേറ്റയൊന്നും പോവാതെ തന്നെ അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടെനർഷെയറിന്റെ 4 Key എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആൻഡ്രോയിഡ് ഫോണിന്റെ പാസ്വേഡ് ലോക്ക് ആണെന്നുണ്ടെങ്കിലും, പിൻ ലോക്ക് ആണെന്നുണ്ടെങ്കിലും, പാറ്റേൺ ലോക്ക് ആണെന്നുണ്ടെങ്കിലും, ഫിംഗർ പ്രിന്റ് ആണെന്നുണ്ടെങ്കിലും, ഫേസ് റെക്കഗ്നിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഫേസ് റെക്കഗ്നിഷനും ഫിംഗർ പ്രിന്റിനും ഡേറ്റ പോകും കേട്ടോ. അവിടെ മാത്രം ഡേറ്റ പോകും, ബാക്കിയുള്ള ഒരു പ്രശ്നമില്ല. ഇനി ചില സാംസങ് ഡിവൈസുകൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട്. FRP ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോഫ്റ്റ്വെയർ ലോക്കായി പോകുന്നതാണ്. അങ്ങനെ FRP ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിനെയും ഇതിൻ്റെ അകത്ത് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ സോഫ്റ്റ്വെയറിൽ സാംസങ് ഫോണുകൾക്ക് എസ്പെഷ്യലി കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് സാംസങ് ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയാണ്, നിങ്ങൾക്ക് ഡേറ്റ പോവാതെ തന്നെ അൺലോക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ബ്ലീച്ച് ഉണ്ടാവാതെ തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഫ്രീ ഡൗൺലോഡ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ബൈനോ കൊടുത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലാപ്ടോപ്പ് സ്ക്രീൻ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് 4 Key for Androidന്റെ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ്, പാറ്റേൺ, ഫേസ് ലോക്ക് അല്ലെങ്കിൽ പിൻ കോഡ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ റിമൂവ് സ്ക്രീൻ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് എടുക്കാനുള്ളത്. പക്ഷെ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് FRP ലോക്കാണ്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഗൂഗിൾ അക്കൗണ്ട് ലോക്കായി പോകുന്നതിനെയാണ്, അല്ലെങ്കിൽ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ലോക്കായി പോകുന്നതിനെയാണ് FRP ലോക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് ചെയ്യേണ്ടത് റിമൂവ് ഗൂഗിൾ ലോക്ക് FRP എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. ജസ്റ്റ് ഫോൺ കണക്ട് ചെയ്യുക. അടുത്ത വരുന്ന സ്ക്രീന് പ്ലീസ് സെലക്ട് യുവർ ഡിവൈസ് OS വേർഷൻ, അതായത് ആൻഡ്രോയിഡ് വേർഷൻ ഏതാണോ അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഓപ്ഷൻ വരും. അവിടെ വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ മൊത്തവും അതെടുത്ത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ഡയലോഗ് ബോക്സ് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് അല്ലെങ്കിൽ സാംസങ് ഗാലക്സി ഫോണിൻ്റെ അകത്ത് ഒരു വിൻഡോ കൂടി വരും. അത് നിങ്ങൾ X കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പറയുന്ന സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിരിക്കുക. വിത്ത് സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഓരോ പ്രോസസ്സുകളുണ്ട്. അത് മൊത്തവും നമുക്കിവിടെ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ പറ്റും. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഓരോ പ്രോസസ്സും ചെയ്തങ്ങ് പോയാൽ മതി. എന്നിട്ട് ഫൈനൽ ആവുന്ന സമയത്ത് വീണ്ടും ഫോണിൻ്റെ അകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിൻഡോസിൻ്റെ അകത്ത് കാണിക്കും. അത് കാണിക്കുന്ന സമയത്ത് എന്താണ്, ആ ഗൂഗിൾ ലോക്കൊക്കെ മാറി നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഇതേപോലെ FRP ലോക്കോ അല്ലെങ്കിൽ സ്ക്രീൻ ലോക്കോ ആയി പോയി കഴിഞ്ഞാൽ ടെനർഷെയർ ഫോർ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ടെനർഷെയറിന്റെ 4 Key for Android എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.